ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു ഈവനിങ് സ്നാക്സ് ആണ്. 4 മുട്ട കൊണ്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സ് ആണിത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കണേന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു 4 മുട്ട പുഴുങ്ങിയതിന് ശേഷം ഗ്രേറ്റ് ചെയ്തെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു വലിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാള നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കാനായിട്ട്. പിന്നെ നമുക്കിതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. അത് ഇതുപോലെ വട്ടത്തിൽ അരിഞ്ഞിട്ട് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ കടലപ്പൊടി 2 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് അരിപ്പൊടിയാണ്. 1 ടേബിൾ സ്പൂൺ അരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അരിപ്പൊടിക്ക് പകരം കോൺഫ്ലവർ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. സാധാരണ മുളക് പൊടിയാണെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചതച്ചെടുത്തതാണ്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ കുറച്ച് മല്ലിയില കൂടി ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് കുഴച്ചെടുക്കാം. ഇപ്പം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മുട്ട എടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മുട്ടയുടെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈകൊണ്ട് നന്നായിട്ട് കുഴച്ചെടുക്കാം. അപ്പം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കണ്ട കേട്ടോ, ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി. ഇത്രയും ബാക്കി വന്നിട്ടുണ്ട്. അതിനുശേഷം കുഴച്ചെടുത്ത മിക്സിൽ നിന്നും കുറച്ചെടുത്തിട്ട് ഇതുപോലെ കയ്യിൽ വെച്ച് ഉരുട്ടിയിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒരുവിധം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും തീ ഒന്ന് ലോ ഫ്ലെയിമിലോട്ടാക്കിയിട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ ഇത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഒരുപാട് തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഉള്ളു വേഗമില്ല, പുറമേ പെട്ടെന്ന് കരിഞ്ഞു പോകും മുട്ടയൊക്കെ ചേർത്തേക്കണതുകൊണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. ഇപ്പോൾ ഇത് 2 വശവും നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ബാക്കിയുള്ളതെല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. അപ്പോൾ മുട്ട കൊണ്ടുള്ള സ്നാക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുത്തില്ലേ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് മറക്കാതെ കമൻസിൽ അറിയിക്കണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ.